പൂരത്തിന് പൂവ് എന്താ അസംബന്ധം അത്? അങ്ങനെയായിരുന്നു എൻ്റെ വീട്ടിലെ മനോഭാവം. സ്ത്രീകൾ ആരും പൊതുവെ അവിടെ പൂരപ്പറമ്പിൽ പോകാറില്ലായിരുന്നു. ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് പൂരം സ്ത്രീകൾക്ക് അന്യമല്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത്. ഈ പൂരത്തിന് പോയാലല്ലേ ഈ പൂരപ്പറമ്പ് എന്താന്ന് മനസ്സിലാവുള്ളൂ. ഇന്നാണ് നമ്മുടെ പൂരം. രാവിലെ പഞ്ചവാദ്യം. സത്യം പറയട്ടെ, പഞ്ചവാദ്യം ഞാൻ ഇന്നാണ് ഇത്രത്തോളം ആസ്വദിക്കണത്. ഒന്നും അറിയാതെ എനിക്ക് ഇത്രയും ഇഷ്ടപ്പെട്ടാൽ അതിൻ്റെ റിയൽ ആസ്വാദകരുടെ ലെവൽ ഓഫ് എൻജോയ്മെൻറ്റ് എന്തായിരിക്കും? അവിടെ പഞ്ചവാദ്യം എന്തോ നടന്നോട്ടെ, ഞങ്ങൾ ഇവിടെ ഇരുന്ന് കളിക്കും. പിന്നെ പറന്നിറക്കൽ, അങ്ങനെ എൻ്റെ ലൈഫിൽ ആദ്യത്തെ പറന്നിറക്കൽ അതൊരു ആഗ്രഹം തന്നെയായിരുന്നു കേട്ടോ. പൂപ്പറ നിറച്ച് വെളിച്ചപ്പാടിൻ്റെ പൂവറിയിൽ കാണേണ്ട സീൻ തന്നെയാണ്. എൻ്റെ കയ്യിൽ കിട്ടിയത് നോക്കിയേ. ശേഷം ഗുരുതിത്തറയിൽ വെളിച്ചപ്പാടിൻ്റെ ഗുരുതി സമർപ്പണമാണ് ഇത്. ഇതൊക്കെയാണ് രാവിലത്തെ പൂരവിശേഷം. ഉച്ചയ്ക്ക് ശേഷം ഓരോരോ വേലകളായി വന്നു തുടങ്ങി. ഈ വേല പോണ സമയത്ത് സ്വയം ഭാരം എങ്ങനെയൊക്കെയോ താങ്ങി നടക്കണ ആനയുടെ മേലെ 3-4 പേരിരുന്ന് അമ്പലം വരെ ആ പാവം ഇവരെ ഏറ്റി നടക്കണതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? അമ്പലത്തിൽ പഞ്ചവാദ്യത്തിൽ നിൽക്കണ പോലെയാണോ? കിലോമീറ്ററോളം നടക്കണ്ടേ? പഞ്ചാരി മേളം, തമ്പോലം, കുമ്പാട്ടം, തറ, പൂതൻ, പല പല വേഷങ്ങൾ എല്ലാം വന്നു പോയിക്കൊണ്ടിരുന്നു കേട്ടോ. കണ്ടോ പടിഞ്ഞാറൻസിന്റെ വരവ്? വേല അമ്പലത്തിൽ വരണേന് മുന്നേ പോയി വരാൻ വിചാരിച്ച് നേരെ വിട്ടു അങ്ങോട്ട്. പിന്നെ കമ്മലായി, ഐസ്ക്രീമായി, അങ്ങനെ പൂരം 2K26 കലാശക്കെട്ട്.